ശത്രുക്കളിൽ നിന്നും നമുക്ക് മോചനം കിട്ടാൻ, കള്ളക്കേസുകളിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് രക്ഷ കിട്ടാൻ, വലിയ മാരകവുമല്ലാത്തതുമായ രോഗങ്ങളിൽ നിന്നും ശിഫാ കിട്ടാൻ, അങ്ങനെ ഒരുപാട് ഇടങ്ങേറുകൾ മാറാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 5 ആയത്തുകൾ മാത്രമുള്ള ചെറിയ ഒരു സൂറത്ത് നമുക്ക് പരിചയപ്പെടാം. വിശുദ്ധമായ ഖുർആനിലെ 105-ാമത്തെ സൂറത്ത് അത്ഭുതപ്പെടുത്തുന്ന സൂറത്താണ്. ആ സൂറത്ത് ഏതാണ്? വിശദമായി ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. സഫർ 10-ാമത്തെ ദിവസം നഹ്സുള്ള ദിവസമാണ് എന്ന് പല കിതാബുകളിലും കാണാം. അന്ന് നഹ്സുള്ള ദിവസമാണെങ്കിൽ തന്നെ ആ നഹ്സ് മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ പോംവഴി എന്താണ്? എന്താണ് നഹ്സ്? നഹ്സ് ഉള്ളതാണോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സഫർ മാസത്തിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നു, സഫർ ദുശ്ശകുനമല്ലേ, ഒരു നെഹസിൻ്റെ മാസമല്ലേ ഉസ്താദെ, അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഈ സഫർ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സഫർ മാസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കേണ്ട ഒരു മാസമൊന്നുമല്ല. ഇതിലൊരുപാട് ഖൈറാത്തുകളുള്ള മാസമാണ്. റമദാൻ പോലെ വലിയ ശ്രേഷ്ഠതയുള്ള മാസമൊന്നുമല്ല എങ്കിൽ പോലും ഒരുപാട് നന്മകൾ നിറഞ്ഞ മാസമാണ്. നമ്മൾ ഓരോ ദിവസവും പ്രത്യേകം ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി ഒരു ദിവസം തുടങ്ങിയാൽ തന്നെ ഇന്ന് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഒക്കെ നമുക്ക് ഖൈറായ ദിവസമായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സൂറത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ സൂറത്ത് ഈ സഫർ മാസം, നമുക്കറിയാമല്ലോ സഫർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പല ആളുകളുടെയും മനസ്സിൽ വരുന്നത് ഒരു ദുശ്ശഗുണത്തിൻ്റെ ഒരു മാസം എന്നൊക്കെയാണ്. പക്ഷേ ആ ദുശ്ശഗുണം എന്തുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ അതൊക്കെ നമ്മൾ ദുശ്ശകുനമായിട്ട് കാണുകയാണ്. എന്ത് ദുശ്ശകുനമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും പ്രശ്നമാണെങ്കിലും അതൊക്കെ വേഗത്തിൽ നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് നൽകിയ ചെറിയ ഒരു സൂറത്താണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പ്രധാനമായും നമ്മൾ പരിശോധിക്കുന്നത്. ഏതാണ് ആ സൂറത്ത് എന്നറിയുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, വിശുദ്ധമായ ഖുർആനിൻ്റെ 105-ാമത്തെ സൂറത്ത്, മക്കയിൽ അവതരിച്ച സൂറത്ത്, 5 ആയത്തുകൾ മാത്രമുള്ള ചെറിയൊരു സൂറത്ത്, പല പള്ളികളിലും തറാവീഹ് നമസ്കാരത്തിന് ഓതുന്ന സൂറത്തുകളിൽ പെട്ട ഒരു സൂറത്ത്. പിന്നെയോ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ, ശത്രുവിൻ്റെ മനസ്സിൽ നമ്മെപ്പറ്റിയുള്ള ഭയം ഉണ്ടാകുവാൻ, അവനോട് നമ്മൾ നേരിടേണ്ടി വന്നാൽ നമുക്ക് വിജയമുണ്ടാവാൻ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇടങ്ങേറുകളും രോഗങ്ങളും അതുപോലെ കള്ളക്കേസുകളിൽ പെട്ടുപോയാൽ അതിൽ നിന്നും രക്ഷപ്പെടാനുമൊക്കെ പര്യാപ്തമാകുന്ന പ്രയോജനപ്രദമാകുന്ന ഒരു ചെറിയ സൂറത്താണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പ്രധാനമായും നമ്മൾ പരിചയപ്പെടുന്നത്. ഇനി പറയുന്ന ഈ ചെറിയ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ, ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഫീൽ ഒരു മനുഷ്യൻ ഓതിയാൽ, സൂറത്തുൽ ഫീൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ്. ആ സൂറത്ത്, ഈ ചെറിയൊരു സൂറത്ത്, 5 ആയത്ത് മാത്രമുള്ള ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അഅഫാഹുല്ലാഹു തആല അയ്യാമ ഹയാതിഹി മിനൽ ഖസ്ഫി വൽ മസ്ഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു ദിവസം ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ അല്ലാഹു തആല കോലം മറിക്കുന്നതിനെ തൊട്ട് കാക്കുന്നതാണ്. മാത്രമല്ല ഭൂമി വിഴുങ്ങുന്നതിനെ തൊട്ട്, അഥവാ ഭൂകമ്പമുണ്ടാകുന്ന അവസ്ഥയെ തൊട്ട് അവനെ ആ ഒരു അദാബിൽ നിന്നും അല്ലാഹു തആല വലിയ കാവൽ നൽകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖവാസുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു കിതാബിൽ കാണുവാൻ സാധിക്കും, ഒരു മനുഷ്യൻ ഒരു ദിവസം ഈ സൂറത്തുൽ ഫീൽ പാരായണം ചെയ്താൽ, പല ആളുകൾക്കും സൂറത്തുൽ ഫീൽ എന്ന് കേൾക്കുമ്പോൾ അറിയില്ലായിരിക്കും. അലംതറ എന്ന് പറഞ്ഞാലാണ് ഈ സൂറത്ത് ഏതാണെന്ന് ഭൂരിഭാഗം ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാവുക. അലംതറ സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ഈ ചെറിയ സൂറത്ത് 5 ആയത്ത് മാത്രമുള്ള ഈ കുഞ്ഞു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ
ഒരു മനുഷ്യൻ ഒരു ദിവസം 11 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ശത്രുക്കളായ മുഴുവൻ ശത്രുക്കളിൽ നിന്നും അല്ലാഹു തആല അവനിക്ക് കാവൽ നൽകുന്നതാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ്റെ ഈ ഷർറിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്ന മുഴുവൻ പാപങ്ങളും ഉണ്ടാകുന്നത്. ആ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ, അവൻ്റെ ഷർറിനെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ ഈ ചെറിയ സൂറത്ത് നമ്മെ രക്ഷിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സൂറത്തുൽ ബഖറ, അതുപോലെ സൂറത്തുൽ നഹ്ൽ, സൂറത്തുൽ ജിന്ന്, സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുൽ ഫീൽ, ഒരുപാട് സൂറത്തുകളുണ്ട്. ഇതുപോലുള്ള ഈ ഓരോ സൂറത്തുകളുടെയും പേര് സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ അതിൻ്റെ അർത്ഥം പശു എന്നാണ്. സൂറത്തുൽ നഹ്ൽ എന്ന് പറഞ്ഞാൽ തേനീച്ച എന്നാണ്. സൂറത്തുൽ ജിന്ന് എന്ന് പറഞ്ഞാൽ ജിന്നുകളെ പറ്റി പറയുന്ന സൂറത്താണ്. സൂറത്തുൽ അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ അതിൽ 8 കാലിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓരോ ഈ പറയപ്പെട്ട സൂറത്തുകളിൽ ഈ പറയപ്പെട്ട ജീവികളെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നതുപോലെ ഈ സൂറത്തുൽ ഫീലിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് വലിയ ഒരു ചരിത്രമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന് തൊട്ടു മുമ്പ്, അതായത് നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് സംഭവിച്ച ആനക്കലഹ ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഫീൽ എന്ന് പറയുന്ന സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഇറങ്ങിയിട്ടുള്ളത്. ഈ ആനക്കലഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സൂറത്ത്, അതിനെ പരാമർശിക്കുന്ന ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുക്കുന്നത് ഖൈറുൽ ലഹു മിനദ് ദുനിയാ വമാ ഫീഹാ. അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെയും അതിലുള്ള മുഴുവൻ ഖൈറുകളെയും അല്ലാഹു തആല കൊടുക്കുമെന്ന്, അതിൻ്റെ മുഴുവൻ ഖൈറിനേക്കാളും വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു കൊടുക്കുമെന്നാണ്. 2 റക്അത്ത്, അതായത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം, ആ നമസ്കാരം നിസ്കരിച്ചാൽ അവനിക്ക് അല്ലാഹു തആല ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും അല്ലാഹു തആല വലിയ പ്രതിഫലം കൊടുക്കുമെന്നാണ്. ഈ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ അലം തറ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ സൂറത്തുൽ ഫീലും ഒരു മനുഷ്യൻ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാസൂർ രോഗം അഥവാ മൂലക്കുരു എന്ന് പറയുന്ന അസുഖത്തെ തൊട്ട് അല്ലാഹു തആല അവനെ കാക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ സൂറത്തുൽ ഫീലിൻ്റെ ശ്രേഷ്ഠതയാണ് ഞാൻ പറയുന്നത്. അതായത് സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ആ സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ഈ 5 ആയത്ത് മാത്രമുള്ള ഈ കുഞ്ഞു സൂറത്ത് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല ബാസൂർ രോഗത്തെ തൊട്ട് അഥവാ മൂലക്കുരു അസുഖത്തെ തൊട്ട് അല്ലാഹു തആല അവനിക്ക് കാവൽ നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ ആദ്യത്തെ റക്അത്തിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് സുന്നത്തായിട്ട് നമ്മൾ സൂറത്ത് ഓതുമല്ലോ, ആ സൂറത്ത് ഓതുന്ന സമയത്ത് ആദ്യമായി അവൻ അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഓതുന്നു. അതിനോടൊപ്പം തന്നെ അവൻ ഓതുന്നു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി, അത് കഴിഞ്ഞ് അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് ഓതി. രണ്ടാമത്തെ റക്അത്തിൽ അവൻ ഫാത്തിഹ ഓതി കഴിഞ്ഞ് അലം തറ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്ത് ഓതി, അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തും അവൻ പാരായണം ചെയ്തു. അതായത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് ആ സുന്നത്ത് നിസ്കാരത്തിൽ 4 ചെറിയ സൂറത്തുകൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 4 ചെറിയ സൂറത്തുകൾ അവൻ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ അവന്റെ സ്ഥാനം എവിടെയാണെന്ന് അവനെ കണ്ണുകൊണ്ട് കാണിപ്പിച്ചിട്ടേ മരിപ്പിക്കൂ എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. അതായത് മരിക്കുന്ന സമയത്ത് അവന്റെ കണ്ണുകൊണ്ട് അവൻ കാണും സ്വർഗത്തിൽ അവന്റെ സ്ഥാനം എവിടെയാണെന്ന്. അത്രമാത്രം ശ്രേഷ്ഠതയാണ്. ഇത്രമാത്രം ശ്രേഷ്ഠതകൾ ഈ ഒരു സൂറത്തിനും ഈ ഒരു നിസ്കാരത്തിനും വരാനുള്ള കാരണം നമ്മളിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും ആ നിസ്കാരത്തെ ഗൗനിക്കാറില്ല, അല്ലെങ്കിൽ നിസ്കാരത്തെ ഗൗനിച്ചാൽ തന്നെ ഈ പറയപ്പെട്ട സൂറത്തുകൾ ഓതാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം വലിയ ശ്രേഷ്ഠത ഈ സൂറത്തിനും ഈ ആയത്തുകൾക്കും അതുപോലെ ഈ നിസ്കാരത്തിനും ഉണ്ടാവാനുള്ള കാരണം.
അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മുടെ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ആ സുന്നത്ത് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യമായിട്ട് അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഓതുക. അതോടൊപ്പം തന്നെ ആ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് ഓതുക 1ാമത്തെ റക്അത്തിൽ. അത് കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അലം തറ എന്ന് പറയുന്ന സൂറത്ത് ഓതി കഴിഞ്ഞ് പ്ലസ് അതോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതി. അപ്പോൾ 2 റക്അത്തിൽ 4 സൂറത്തായി. അപ്പോൾ ഈ 4 സൂറത്തും ഓതിക്കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് അവന്റെ കണ്ണുകൊണ്ട് അവൻ കാണും. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. എന്ത് കാണും? അവന്റെ സ്വർഗ്ഗത്തിലെ ഇരിപ്പിടം കാണുമെന്നാണ്. പ്രത്യേകിച്ച് ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ന് മഗ്രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് വരുന്ന നാളത്തെ സുബഹി നമസ്കാരം മുതൽ ആ സുബഹിക്ക് മുമ്പുള്ള ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് നിർവഹിച്ചിട്ട് ഈ സൂറത്തുകൾ പതിവാക്കുക. ഒരുപാട് പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. നാളെ ഞായർ, തിങ്കൾ, ചൊവ്വ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് പതിവാക്കാം. അതായത് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഇനി അല്ല, ബാക്കിയുള്ള ഏത് സുന്നത്ത് നിസ്കാരത്തിലും ഇതൊക്കെ ഓതാവുന്നതാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ നമുക്കറിയാവുന്ന സൂറത്താണല്ലോ. ആ സൂറത്ത് ഓതിയാൽ ഒരുപാട് പ്രതിഫലമാണ്. നമുക്കറിയാവുന്ന സൂറത്ത് ഓതുക, പ്രത്യേകിച്ച് ഈ സൂറത്ത് ഓതിയാൽ വലിയ പ്രതിഫലമാണ്. അപ്പോൾ ഈ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ മനസ്സിൽ കരുതുക, ഇൻഷാ അള്ളാഹ് നിസ്കാരത്തിലല്ലാതെ നമുക്കിത് ഓതാം. നിസ്കാരത്തിലല്ലാതെ നമ്മുടെ വീട്ടുജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉമ്മമാർക്ക് ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്കിത് ഓതാവുന്നതാണ്. ഉപ്പമാരെ വാഹനത്തിലാണെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കവേ, അല്ലെങ്കിൽ കടയിലിരിക്കവേ, അല്ലെങ്കിൽ പള്ളിയിലിരിക്കവേ, നടന്നു പോകവേ, ഏത് സമയത്തും നമുക്ക് ഈ സൂറത്തുകൾ പാരായണം ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ സൂറത്ത് ഓതിയാൽ നമ്മുടെ ശത്രുക്കളെ അല്ലാഹു തആല പരാജയപ്പെടുത്തും. വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ഈ പകൽ തന്നെ നമുക്ക് ഒരുപാട് വട്ടം ഈ സൂറത്ത് ഓതുക. കുറഞ്ഞത് ഒരു 11 പ്രാവശ്യമെങ്കിലും ഇൻഷാ അള്ളാഹ് ഞാൻ ഓതുമെന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഉപ്പയും ഓരോ ഉമ്മയും ഓരോ സഹോദരിയും ഓരോ സഹോദരനും മനസ്സിൽ കരുതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട ഈ ദിക്റുകളും ഈ സ്വലാത്തുകളും അതുപോലെ നമ്മൾ ഇന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഈ ഒരു സൂറത്ത്, ചെറിയൊരു സൂറത്ത്, സൂറത്തുൽ ഫീൽ, അത് നമുക്ക് കൃത്യമായി നിത്യമായി പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധമായ സഫർ മാസം ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നാൽ ഒരുപാട് പ്രയാസങ്ങളുള്ള മാസമാണ് എന്ന് നമ്മളിൽ പല ആളുകളും കരുതി വെച്ചതുകൊണ്ട് നമുക്കതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വലിയ സംഭവങ്ങളൊക്കെ, നബിതങ്ങളുടെ വിവാഹം, പുന്നാര മകളാകുന്ന ഫാത്തിമ ബിയുടെ നിക്കാഹ് നടന്നത്, അതുപോലെ നബിതങ്ങൾ ഹിജ്റ പുറപ്പെട്ടത്, മദീനയിൽ എത്തിച്ചേർന്നതിന് ശേഷം വലിയൊരു സൈന്യത്തെ നബിതങ്ങൾ ഉണ്ടാക്കിയത്, അതുപോലെ നബിതങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വലിയ യുദ്ധങ്ങൾ, അതൊക്കെ സംഭവിച്ചത് ഇതുപോലുള്ള സഫർ മാസത്തിലാണ്. അപ്പോൾ സഫർ മാസം എന്തോ ഒരു ദുശകുനത്തിൻ്റെ നഹസിൻ്റെ മാസം എന്ന് പറഞ്ഞൊരു മൂലക്കിടാതെ വലിയ ശ്രേഷ്ഠതകളുള്ള മാസങ്ങളിൽ പെട്ട ഒരു മാസവും തന്നെയാണ് സഫർ മാസം. അപ്പോൾ ഈ പറയപ്പെട്ട ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യുക. പിന്നെ നഹസ് തീരെയില്ല എന്ന് നമ്മൾ പറയുന്നില്ല. നഹസ് എന്ന് പറയുന്ന ആ ഒരു വസ്തുത ഉള്ളത് തന്നെയാണ്. ചില ദിവസങ്ങൾക്ക്, ചില സമയങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക് ഒരു മോശത്തരം, ഒരു ബറക്കത്ത് കുറവ് ഉണ്ടാകും. അത് നബി തങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവം, ഒരു യാത്ര കഴിഞ്ഞ നബി തങ്ങൾ വരുന്ന സമയത്ത് ഒരു സ്ഥലത്തിറങ്ങി വിശ്രമിക്കാൻ ഇറങ്ങി, രാത്രിയാണ്. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് വേഗത്തിൽ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, എന്താണ് പറ്റിയത് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സമുദായത്തെ അല്ലാഹു തആല നശിപ്പിച്ച സ്ഥലമാണിത്, ഒരു ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ കൂടുതൽ നേരം നിൽക്കണ്ട എന്ന് പറഞ്ഞ് നബിതങ്ങൾ അവരുമായിട്ട് പോയ ഒരു സംഭവമൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അപ്പോൾ ചില ദിവസങ്ങൾക്ക് ചില നഹസുകളുണ്ട്, ഒരു ബറക്കത്ത് കുറവുണ്ട്. അത്തരത്തിൽ ഒരു ബറക്കത്ത് കുറവുള്ള ഒരു ദിവസമായിട്ടാണ് സഫർ മാസം 10, സഫർ 10 മഹാന്മാർ എണ്ണിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഒന്നിനും പറ്റൂല, ഇന്ന് എന്തൊക്കെ നടക്കാൻ പോകുന്നു, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കേണ്ട കാര്യമില്ല. നഹസ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ദിവസം വന്നാൽ അന്നത്തെ സുബഹി നമസ്കാരം ജമാഅത്തായി കൃത്യമായി നിസ്കരിക്കാൻ ഒന്നാമത് ശ്രദ്ധിക്കുക. അന്നത്തെ നിസ്കാരം ഖളാ ആക്കരുത്, പ്രത്യേകിച്ച് സുബഹി നമസ്കാരം. ശേഷം ഇനി പറയാൻ പോകുന്ന ദിക്റുകൾ പറഞ്ഞാൽ ആ നഹസിന്റെ ഷർറിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ദിക്റാണ്. താഴെ കാണുന്ന ആ ദിക്റുകൾ നിങ്ങൾ കൃത്യമായി പാരായണം ചെയ്യുക. ഇത് നഹസുള്ള ദിവസങ്ങളിൽ മാത്രമല്ല, എല്ലാ ദിവസവും നമുക്ക് ഇത് പാരായണം ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ നമ്മൾ പാരായണം ചെയ്താൽ എല്ലാവിധത്തിലുള്ള ഷർറുകളെ തൊട്ടും അല്ലാഹു തആല നമ്മളെ കാവൽ നൽകുന്നതാണ്. അപ്പോൾ
സുബ്ഹി നമസ്കാര ജമാഅത്തായി നിസ്കരിക്കുക. ശേഷം അവിടെ തന്നെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ധൃതി ഉണ്ടെങ്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീട്ടിലുള്ള ഉമ്മമാർക്ക് നിസ്കാരപ്പായിൽ നിന്ന് തന്നെ ചൊല്ലാൻ പറ്റിയാൽ ഏറ്റവും ഹൈർ. ഇല്ല നിങ്ങൾക്ക് ചായ ഉണ്ടാക്കണം അല്ലെങ്കിൽ കടി ഉണ്ടാക്കണം, ആ സമയത്ത് ആ ജോലിയുടെ ഇടയിൽ ചെയ്താലും ഇത് മതിയാകുന്നതാണ്. ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവുമില്ല. ഈ ദിക്റുകളാണ്, ഇത് ദിക്ർ ആയതുകൊണ്ട് ഖുർആൻ ആയത്തുകളല്ല, ദിക്റുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്കും പാരായണം ചെയ്യാവുന്നതാണ്. ഏതാണ് ആ ദിക്റുകൾ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 1 ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഒന്നുകൂടി പറയാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവേ, ആകാശഭൂമികൾ അതിൻ്റെ ഇടയിലുള്ള എല്ലാവിധത്തുള്ള ശർറ് ബല മുസീബത്തുകളെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ആ ദിക്ർ ഇങ്ങനെ പറയുക. കുറഞ്ഞതൊരു 11 വട്ടമെങ്കിലും പറയാൻ പറ്റിയാൽ നല്ലത്. ഇല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് പറയുക. രണ്ടാമത്തെ ദിക്റോ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ എന്തെല്ലാം ഷർറുകളുണ്ടോ ആ ഷർറുകളെ തൊട്ട്, മുഴുവൻ ഷർറുകളെ തൊട്ടും നിന്റെ നാമം കൊണ്ട്, നിന്റെ ഇസ്മു കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണല്ലാ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഈ ദിക്റും ഒരു 11 പ്രാവശ്യം, കൂടിയത് എത്ര വേണമെങ്കിലും 11 പ്രാവശ്യമെങ്കിലും മധ്യമായ നില, ഇല്ലെങ്കിൽ കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് പറയുക. പിന്നെയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 11 പ്രാവശ്യം സ്വലാത്ത്, 11 നമുക്ക് അറിയാവുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മതി. അല്ലെങ്കിൽ നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് അറിയാം, അത് മതി. അല്ലെങ്കിൽ താജ് സ്വലാത്ത് അറിയാം, അത് മതി. അല്ലെങ്കിൽ അറിയാവുന്ന ഏത് സ്വലാത്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒന്നാമത്തേത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവസ് സമീഉൽ അലീം, ആ ദിക്ർ പറയുക. രണ്ടാമത്തേത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് പറയുക. മൂന്നാമതായി അറിയാവുന്ന ഒരു സ്വലാത്തും 11 വട്ടം പറയുക. ഇത് പറഞ്ഞാൽ എല്ലാവിധത്തിലുള്ള ശൈത്താനിയായ, റൂഹാനിയായ, മനുഷ്യപരമായ, ജിന്നുപരമായ എല്ലാ ഷർറുകളെ തൊട്ടും അള്ളാഹു അന്നത്തെ ദിവസം അവനെ കാവൽ നൽകുന്നതാണ്. സുബഹിക്ക് ശേഷം പറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നിൽക്കുന്നത് അസർ വരെയാണ്. അസറിന് ശേഷം പറഞ്ഞാൽ, അഥവാ അന്നത്തെ മഗ്രിബിന് ശേഷം പറഞ്ഞാൽ പിറ്റേന്ന് സുബഹി വരെയാണ് അതിൻ്റെ എഫക്റ്റ് നിൽക്കുക. ഇത് പറഞ്ഞാൽ ഇനി ഒരു ദിവസം ഒന്നും ചെല്ലണ്ട, അങ്ങനെയല്ല. ഇത് രാവിലെ പറഞ്ഞാൽ, സുബഹിക്ക് ശേഷം പറഞ്ഞാൽ പിന്നെ മഗ്രിബ് വരെ നമുക്ക് ഒന്നിനും പേടിക്കേണ്ട എന്നാണ്. പിന്നെ മഗ്രിബ് കഴിഞ്ഞ് പറഞ്ഞാൽ സുബഹി വരെ നമുക്ക് യാതൊരു ഭയവും വേണ്ട. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. നമുക്ക് ഹദ്ദാദ് റാത്തീബിലൊക്കെ നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന ദിക്റുകളാണ്. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള ദിക്റുകൾ മഹാന്മാർ കോർത്തിണക്കിയിട്ടാണ് ഹദ്ദാദ് റാത്തീബ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പറയപ്പെട്ട ദിക്റുകൾ ചൊല്ലുക. എന്ത് നഹസാണെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ മാറും. എന്നിട്ട് അള്ളാഹിനോട് നല്ല രൂപത്തിൽ ദുആ ചെയ്യുക. പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളുള്ളത്. അതിൻ്റെ ഫളീലത്തുകൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും, ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആൻ പാരായണങ്ങൾ, അതുപോലെ ദുആകളൊക്കെ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ സൂറത്തുൽ ഫീൽ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പറയപ്പെട്ട ദിക്റുകളൊക്കെ ചൊല്ലാവുന്നതാണ്. നമ്മളെ മക്കളെ കൊണ്ട് ഇത് പറയിപ്പിക്കുക. നമ്മൾ ഓതിയിട്ട് മക്കളുടെ ശരീരത്തിൽ ഓതിയാൽ അവർക്കും അതിൻ്റെ ബറക്കത്ത് കിട്ടുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും മാറ്റി സുഖവും സമാധാനവും സന്തോഷവും ഇരു ലോകത്തും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകൾ കമന്റ് ഇടാറുണ്ട്, ഒരു ശ്രേഷ്ഠതയുമില്ലാത്ത ഒരു ദിവസത്തെ, ഒരു ദിക്റിനെ, ഒരു സ്വലാത്തിനെ വലിയ വണ്ണമുള്ള സ്വലാത്താക്കി ദിക്റാക്കി ഇങ്ങനെ പറയുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ആ ചില ആളുകളോടുള്ള മറുപടിയായി പറയട്ടെ, എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ദിക്ർ, ഏതെങ്കിലും ഒരു സ്വലാത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ഇവിടെ കൊണ്ടുവന്ന് അതിങ്ങനെ വർണ്ണിച്ച് പറയുകയല്ല ചെയ്യുന്നത്. ആ സ്വലാത്തിനും ആ ദിക്റിനും അതുപോലെ ഈ പരിശുദ്ധമായ സഫർ മാസത്തിന്റെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിവസങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകളുണ്ട്. പക്ഷെ ആ സ്വലാത്തിന്റെ ശ്രേഷ്ഠത എന്താണ്, ആ ദിക്ർ പറഞ്ഞാലുള്ള പ്രതിഫലം എന്താണ്, അത് നമ്മൾ ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ യൂട്യൂബിന്റെ സംവിധാനത്തിലൂടെ നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുന്ന ചില ആളുകൾക്ക് ഇത്രയധികം ഈ ദിക്റുകൾക്ക് ശ്രേഷ്ഠതയുണ്ടോ എന്ന് തോന്നിയേക്കാം. എന്നാൽ
ഇത് പറയുന്ന കാര്യങ്ങൾ കിതാബിലും അതുപോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണ്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമന്റുകൾ ഒരുപാട് ഉമ്മമാർ ഇടാറുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ, രോഗങ്ങൾക്ക് അള്ളാഹു താല ഷിഫ നൽകുമാറാവട്ടെ, എല്ലാ ഇടങ്ങേറുകളെ തൊട്ടും അള്ളാഹു താല കാക്കുമാറാവട്ടെ, എല്ലാ മാനസികമായ പ്രയാസങ്ങൾ ടെൻഷനുകൾ അള്ളാഹു താല മാറ്റി എല്ലാവിധത്തിലുള്ള ഖൈറുകളും സലാമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹു നമ്മളെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.